ഹായ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് എൻ്റെ നാട്ടിൽ ഒരു കുഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷനാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ക്ലാസ് ഒരു 19-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വന്നപ്പോഴും ഇങ്ങനെ ഓരോ ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. കാരണം പള്ളിയിൽ KCIM-ൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നു, ക്രിസ്മസ് ട്രീൻ്റെ പരിപാടികൾ, പുൽക്കൂടിനുള്ള ആകെ കാര്യങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറേ പിള്ളേരുണ്ടായിരുന്നു നമ്മുടെ KCIM-ൽ. +2 കഴിഞ്ഞ പിള്ളേരാണെങ്കിലും പിന്നെ ഇടവകയിലുള്ള ഒരുപാട് കുട്ടികൾ വന്ന് എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതനുസരിച്ച് +2 ബാച്ച് പഠിച്ചിറങ്ങുന്നു. അവരെല്ലാവരും ബാംഗ്ലൂരോ അല്ലെങ്കിൽ UK, കാനഡ പല രാജ്യങ്ങളിലായിട്ടൊക്കെ പഠിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് അങ്ങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം കൂടിയൊക്കെ ആയിരിക്കും എനിക്ക് മിക്കവാറും വന്നിങ്ങനെ സഹകരിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞാനും ഈ വർഷം കൂടെ ഒന്ന് അടിപൊളിയായിട്ട് ഉഷാറാക്കി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെയൊക്കെ രാത്രി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും 10 മണിയൊക്കെ ആയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 10 മണിയായപ്പോൾ നമ്മൾ പിന്നെയും പോകാറ്. ഇന്ന് 24th ആണ്. ഇന്ന് രാത്രിയാണ് ക്രിസ്മസ് കരോളുള്ളത്. അപ്പോൾ പകൽ സമയം കൊണ്ട് തന്നെ നമുക്ക് പുൽക്കൂടിൻ്റെ പണി മുഴുവനും തീർക്കണം. ക്രിസ്മസ് ട്രീൻ്റെ സമ്മാനങ്ങളെല്ലാം നമുക്ക് പാക്ക് ചെയ്യണം. അത് പോയിട്ട് വാങ്ങിക്കണം. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പരിപാടികളും തീർത്ത് നമുക്ക് പള്ളിയിൽ നിന്ന് തിരിച്ചു വരണം. കാരണം ഈ പിള്ളേരെല്ലാം പല പല വാർഡുകളിലുള്ളതാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും എനിക്കും ക്രിസ്മസ് കരോളുണ്ട് നമ്മുടെ സ്വന്തം വാർഡിൻ്റെ. അങ്ങനെ വാർഡിൻ്റെ കരോളുമായിട്ട് പിന്നെ പള്ളിയിലേക്ക് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ രാത്രി പാതിരാ കുർബാനയുണ്ട് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കരോളും ഇന്നത്തെ മൊത്തം കാര്യങ്ങളൊക്കെയാണ് ഞാനൊരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 10 മണിയായി. നമ്മളെല്ലാവരും ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ക്രിസ്മസ് ട്രീയിലേക്ക് നമുക്ക് പൊതിയേണ്ട ഗിഫ്റ്റുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ മുടിയൊക്കെ കെട്ടി സെക്യൂർ ആക്കിയിട്ട് ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങുക. ഇന്നിപ്പം പോകുന്ന കോലത്തിലൊന്നും ആയിരിക്കില്ല തിരിച്ചു വരുന്നത്. നല്ല അലച്ചിലുള്ള ദിവസമാണ്, നല്ല പണിയുണ്ട്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഒക്കെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ടൗണിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് ക്രിസ്മസ് ട്രീ പൊതിയേണ്ട ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് വരാം. നാട്ടിൽ വന്നാൽ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. ബസ്സിലിങ്ങനെ ട്രാവൽ ചെയ്യാന്നുള്ളത്. ഏറ്റവും പരിചയമുള്ള വഴികളിലൂടെ ബസ്സിൻ്റെ സൈഡ് സീറ്റിലൊക്കെ ഇങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് പോകുമ്പോൾ കുറേ മെമ്മറീസ് നമ്മുടെ മനസ്സിലേക്ക് വരും. പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളിലൂടെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കുറേ നാടുകളിൽ ഒരുപാട് കാലം ജീവിക്കേണ്ട വന്നിട്ടുണ്ട്. പക്ഷെ തിരിച്ചെവിടെയൊക്കെ പോയാലും എൻ്റെ ഈ സ്വന്തം പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് എന്താ പറയുക, നമ്മുടെ സോളൊന്ന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവാന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഈ വഴികളിലൂടെ നടക്കുമ്പോഴും ഈ നാട്ടിലൂടെ പോകുമ്പോഴും ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു വായു, വെള്ളം, ഇവിടുന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ തിരിച്ച് പിന്നെ നമ്മളിലേക്ക് തന്നെ മടങ്ങി വരിക എന്നൊക്കെ പറയുന്നൊരു ഫീലാണ് എനിക്ക് ഉണ്ടാവാറുള്ളത്. എൻ്റെ ഹോം ടൗൺ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലീസാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഹിന്ദു ക്രിസ്ത്യൻ പോപ്പുലേഷനാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നാട്ടിലിപ്പോൾ വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ ആരെയും കാണാൻ പോലും കിട്ടില്ല. +2 കഴിയുമ്പോൾ തന്നെ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത് നേഴ്സിംഗ് കോഴ്സുകളാണ്. അത് തന്നെ ബാംഗ്ലൂർ, മൈസൂർ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കും. അതിനുശേഷം IELTS, OET ഒക്കെ എഴുതിയിട്ട് ഏതെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങോ അല്ലെങ്കിൽ UAE കൺട്രീസിലേക്കോ ഒക്കെ മാറുകയാണ് നോർമലി ചെയ്യാറുള്ളത്. എല്ലാ വീട്ടിലും ഒരു നേഴ്സെങ്കിലും ഇവിടെ ഉണ്ടാവും. എൻ്റെ വീട്ടിലും ഉണ്ട് ഒരാൾ. അപ്പോൾ ക്രിസ്മസ് ട്രീയിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാലോ? ഈ KCIM-മാർക്ക് നന്നായിട്ട് അറിയാം, ക്രിസ്മസ് ഫ്രണ്ട് ഞങ്ങളുടെ ആരുടെയും വീട്ടിൽ നിന്ന് എടുക്കത്തില്ല. കാരണം നമുക്കറിയാം നമ്മൾ എന്താ ഇതിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതെന്ന്. മിനിമം ഒരു 10 രൂപ മുതൽ 20 രൂപയ്ക്ക് ഇടയിലുള്ള സാധനങ്ങളാണ് ക്രിസ്മസ് ട്രീ പൊതിയാനായിട്ട് നോർമലി വാങ്ങിക്കാറുള്ളത്. അത് തന്നെ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കിട്ടുമെങ്കിൽ അതാണ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഏറ്റവും വില കുറഞ്ഞ പൊതിഞ്ഞാൽ അത്യാവശ്യം കനത്തിലുണ്ടാവുമെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് തന്നെയാണ് അപ്പുറത്തെ ഇപ്പുറത്തെ ഇടവകയിലെ പിള്ളേരൊക്കെ ഇതുപോലെ KCIM-ൻ്റെ പർച്ചേസിനായിട്ട് ഇറങ്ങിയത്. ഇതൊരു ചെറിയ ടൗണാണ്. അതുകൊണ്ട് കുറച്ച് കടകൾ മാത്രമേ നമുക്കിവിടെ ഉള്ളൂ. കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങിയിട്ട് ബാക്കി സൂപ്പർ മാർക്കറ്റിലെങ്ങാനും പോയിട്ട് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുന്ന സാധനങ്ങൾ വാങ്ങിക്കാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാന്. ഇവിടെയുള്ള ഈ ഒരു ചെറിയ കടകളും അവിടെ തൂക്കുന്ന നക്ഷത്രങ്ങൾ, തോരണങ്ങൾ, പുൽക്കൂട് സെറ്റ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്രോഡ്വേയും ക്രിസ്മസ് മാർക്കറ്റും ഒക്കെ. രണ്ടുപേരും ഇങ്ങോട്ട് വന്നൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ വീട്ടുകാർ ക്രിസ്മസ് പൊതി എടുക്കുമോ? എടുക്കും എടുക്കും. നിന്റെ വീട്ടുകാരെടുക്കോ? അപ്പനും അമ്മ എടുക്കും. ഉറപ്പല്ലേ? അവളുടെ വീട്ടിൽ 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. നീ ചേച്ചീൻ്റെ എടുക്കുമോ? എൻ്റെ വീട്ടുകാരാ? ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തായാലും എടുക്കണം. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ക്രിസ്മസ് ട്രീന്ന് എന്തെങ്കിലും സാധനം എടുക്കുന്നവർക്ക് തോന്നരുത് നഷ്ടമായി പോയെന്ന്. എന്തെങ്കിലും രീതിയിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമായിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമായിരുന്നു കേട്ടോ.
ഇവിടെ ഈ പുൽക്കൂട് സെറ്റ് വാങ്ങിച്ചു വെക്കുന്നത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പരിധിവരെ എല്ലാവരും സ്വന്തമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കാറാണ് പതിവ്. അത്യാവശ്യം വിറകും പുല്ലും ഒക്കെ ശേഖരിച്ച് തെനയൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ വിത്തിട്ട് വെച്ച് നന്നായിട്ട് മെനക്കെട്ട് പുൽക്കൂട് ഉണ്ടാക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. വാർഡ് തലത്തിൽ സമ്മാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതൊക്കെ ചെയ്യാൻ. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലാണേ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കടുക്, ഉലുവ, ഏലക്ക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഇത് കിട്ടുവാണെങ്കിൽ ഒരു സന്തോഷമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ വലിയൊരു ബില്ലൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. സാമി വരുമോ? ക്രിസ്മസ് ഫണ്ട് എടുക്കാൻ വരുമോ? ക്രിസ്മസ് ഫണ്ട് എടുക്കാൻ വരുമോ? പള്ളിയില്, കണിച്ചാർ പള്ളിയില്. അങ്ങനെ പർച്ചേസൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ദേ 2-3 പെട്ടിയും പിന്നെ വലിയ കവറുകളിലൊക്കെ ആയിട്ട് നിറച്ച് സാധനങ്ങളായി കേട്ടോ. അവിടുന്ന് അങ്ങോട്ടേക്ക് ഞങ്ങളിതാ തിരിച്ച് പള്ളിയിലേക്ക് പോവാണ്. ഇനി പോയിട്ടാണ് ശരിക്കുമുള്ള പണികളൊക്കെ തുടങ്ങുന്നത്. കാരണം ഇത് ഓരോന്നും എടുത്ത് പൊതിഞ്ഞ് ക്രിസ്മസ് ട്രീയിൽ തൂക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ജോലിയല്ല. ഒരു 3-4 പേര് ഒരു 2-3 മണിക്കൂർ അതിന് വേണ്ടി ഇരുന്നാൽ മാത്രമേ തീരത്തുള്ളൂ. ഇപ്പം തന്നെ സമയം ഒരു 11:45 കഴിഞ്ഞു. നല്ല വെയിലായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറിയിൽ കയറിയതാണ്. ഈ ബേക്കറി ഞങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക, ചെറുപ്പകാലത്തെ ഏറ്റവും നൊസ്റ്റാൾജിയ ഉള്ളൊരു സ്ഥലമാണ്. ആദംസ് എന്നാണ് ഈ ബേക്കറീൻ്റെ പേര്. ക്രീം കേക്കുകൾ ഏറ്റവും കൂടുതലായിട്ട് വിൽക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ബേക്കറിയാണ് ഇത്. അങ്ങനെ തിരിച്ച് ഞങ്ങളത് ഈ പള്ളിയിലേക്ക് പോവാം കേട്ടോ. ഇവരൊക്കെ പള്ളീൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ താമസിക്കുന്നവരാ, നമ്മുടെ ഇടവകക്കാരാ. പിന്നെ ഇവരും പണ്ട് KCMലൊക്കെ ഉണ്ടായിരുന്നതാ. പിന്നെ ജോലിക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയതിന് ശേഷമാണ് ഇങ്ങോട്ടൊന്നും അധികം കാണാത്തത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിയിട്ട് ഇതാ KCMൻ്റെ മുറിയിൽ കൊണ്ടുപോയിട്ട് ഈ സാധനങ്ങളൊക്കെ വെക്കുകയാണ്. അവിടെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവരാണ് ഇതൊക്കെ കവർ ചെയ്യുന്നത്. ഞാൻ തിരിച്ച് പുൽക്കൂടിൻ്റെ പണികളിലേക്കൊക്കെ കയറുകയാണ്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ആർട്ടിസ്റ്റാണെന്നൊക്കെ. ഒരിക്കലുമല്ല. ഇവിടെ ഇത് ചെയ്യാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുമായിട്ട് മറ്റാരും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ പല സമയത്തും ചെയ്തു പോകുന്നതാണ്. ഞാൻ പിള്ളേരോടും പറയാറുണ്ട്, അധികമൊന്നും എൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ഞാൻ കുറച്ച് പിൻട്രസ്റ്റിൽ നിന്നൊക്കെ എടുക്കുന്ന റെഫറൻസ് ഫോട്ടോസൊക്കെ വെച്ച് അതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നെ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. അപ്പം എല്ലാം ഒരു ശ്രമം മാത്രമാണ്. അതല്ലാതെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ആരും ഇതിൽ കൊടുക്കരുത്. ക്രിസ്മസ് ട്രീക്കുള്ള മരം അങ്ങ് പുഴയിൽ നിന്ന് വെട്ടിക്കൊണ്ട് വരുന്നുണ്ടാവുമാർ. ഒരു ലോറിക്കകത്താണ് അവർ മരം കൊണ്ടിരുന്നത്. ഒരുപാട് പുഴകളുള്ള ഒരു നാടാണ് കേട്ടോ ഞങ്ങളുടേത്. പള്ളീൻ്റെ താഴെക്കൂടി തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പുഴകളെന്ന് പറയുന്നത് ബാവലിപ്പുഴയും ചീങ്കണ്ണിപ്പുഴേൻ്റെയൊക്കെ ഭാഗങ്ങളാണ്. അപ്പോൾ പള്ളീൻ്റെ താഴെയുള്ള പുഴേൻ്റെ അവിടെ നിന്നാണെന്ന് തോന്നുന്നു അവന്മാർ ഒരു ക്രിസ്മസ് ട്രീക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു മരം മുറിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പം മരം സെറ്റായിട്ടുണ്ട്, പുൽക്കൂട് പകുതി സെറ്റായി. നമ്മുടെ കൊട്ടാരത്തിൻ്റെ പണിയും കൂടി തീർന്നാൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്രാവശ്യം KCMലുള്ളതൊക്കെ വളരെ ചെറിയ പിള്ളേരാണ് കേട്ടോ. അവർ കുഴിയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പം കറക്റ്റ് ആ കുഴിയിലേക്കായിട്ട് ആ മരം ഇറക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കാണെങ്കിൽ എല്ലാവർക്കും വിശന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് പോയി ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടെ വീതിച്ചിരുന്ന് കഴിക്കുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ രാത്രി വരെ പണിക്ക് നിൽക്കുന്ന സമയത്ത് നമ്മുടെ പള്ളിമേടയിലെ കൊച്ചിന് ചേച്ചി രാത്രി ഞങ്ങൾക്ക് കഞ്ഞിയൊക്കെ വെച്ച് തരായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും പണിയൊക്കെ കഴിഞ്ഞിരുന്നത് കഴിക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കഞ്ഞിക്കൊക്കെ. ഈ ഒരാളെ എനിക്ക് പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ല കേട്ടോ. ജിബിൻ ചേട്ടനാണ്. 4-ാം വാർഡിൻ്റെ മെമ്പറാണ്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ട് റീസെൻ്റ്ലി ഇപ്പോൾ ജയിച്ചതേ ഉള്ളൂ. ആൾ പള്ളീൻ്റെയും KCMൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മളോടൊപ്പം നിന്ന ഒരു മനുഷ്യനാണ്. ചേട്ടൻ്റെ ഓർമ്മകളിലെ കണിച്ചാർ പള്ളിയെക്കുറിച്ച് പറ. കണിച്ചാർ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ, ഞാൻ ഈ KCYM തന്നെ ആദ്യം പറയാം. KCYMലേക്ക് സാധാരണ ഗതിയിൽ നമ്മളെല്ലാവരും 10ാം ക്ലാസ് കഴിയുമ്പോഴൊക്കെയാണല്ലോ കടന്നു വരിക. ഞാൻ എൻ്റെ ചേട്ടന്മാർ ആ ഒരു തലമുറ ഇവിടെ സമ്മാന കൂപ്പൺ വിൽക്കുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ സമ്മാന കൂപ്പൺ വിൽക്കാൻ വേണ്ടി എന്നെ ആദ്യം അവർ സമീപിക്കുന്നത്. അതനുസരിച്ച് അന്ന് മുതൽ അവരുടെ കൂടെ കൂടിയതാണ്. അത് ഈ കാലം വരെ ഏകദേശം 10-13 വർഷമായിട്ട് KCYMൽ തുടർന്നു പോവുകയാണ്. പുതിയ തലമുറയ്ക്ക് നിലവിൽ കൈമാറിയിട്ടുണ്ട്. അതിഗംഭീരമായ അലൻ്റെയും ഏഞ്ചലിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, അലീനയുടെ ഒക്കെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. അത്യാവശ്യം ഒരു 10-20 പേര് പുതിയ ടീം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ ഗംഭീരമായി ഇവർ കൊണ്ടുപോകുമെന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്കുണ്ട്. KCYM പൊളിയാണ്, കണിച്ചാർ പള്ളിയിലെ പിള്ളേർ അതിലേറെ പൊളിയാണ്. സംഭവം ഗംഭീരം, അതിഗംഭീരം. അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് ഇനി എത്രമാത്രം കുട്ടികൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ അവർക്കൊക്കെ ഒരു മാതൃകയായിട്ട് ഇപ്പം ഇവിടെ ഒരുപാട് ആളുകളുണ്ട്.
പ്രത്യേകിച്ച് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ കർമ്മനിരതരായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ഇവിടെയുണ്ട്. അവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വലിയൊരു അഭിമാനമൊക്കെ തോന്നുന്നത്. ഇവിടുത്തെ പിള്ളേരിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അവർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം, അതുപോലെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അത്രയും കഴിവൊന്നും എല്ലാവർക്കും ഇല്ലെങ്കിലും അതല്ലേ നമുക്ക് അത്രയും സമയമില്ല. സമയത്തിൻ്റെ പരിമിതി നന്നായിട്ടുണ്ട്. 2-3 ദിവസം മുമ്പായിരിക്കും ഒരു ആക്റ്റീവായിട്ടുള്ള വർക്ക് തുടങ്ങുന്നത്. പിന്നെ എല്ലാവരും ഈ ലീവിന് പോയവരൊക്കെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു സമയമൊക്കെ ആവും. എന്നാൽ കൂടിയും അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ സന്ധ്യയായി, ഇപ്പോൾ കരോളൊക്കെ വരും. ഞാൻ എന്താ തൊട്ടപ്പുറത്ത് വീട്ടിൽ മേരിക്കുട്ടി ചേച്ചിൻ്റെ വീട് വരെ പോവാണേ. ഇന്ന് പാതിര കുർബാനയ്ക്ക് ഇടാനുള്ള എൻ്റെ ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ക്രിസ്മസിൻ്റെ ഉടുപ്പ്. ഞാനിങ്ങനെ പിൻട്രസ്റ്റ് ചെയ്ത് മോഡലൊക്കെ എടുത്തിട്ട് ഇതുപോലെ എനിക്ക് കൈ തയ്ക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ തുണിയൊക്കെ കുറവാണേലും ചേച്ചി അവസാനം എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ വീട്ടിൽ ഉണ്ണി വരാനായിട്ട് അമ്മ ദാ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒരു ചെത്തിപ്പൂവൊക്കെ പറിച്ച് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വർഷം ഞാൻ വീട്ടിലെ പുൽക്കൂടിൻ്റെ പണിക്ക് 1% പോലും സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരി. കാരണം ലാസ്റ്റത്തെ 2 ദിവസമായിരുന്നു ആകപ്പാട് ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പിള്ളേരുടെ കഷ്ടപ്പാട് കാണുമ്പം ഇങ്ങ് പോരാനും തോന്നത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഞാൻ മെനക്കെട്ടൊന്ന് പുൽക്കൂട് ഉണ്ടാക്കായിരുന്നു കേട്ടോ വീട്ടിലൊക്കെ. സമ്മാനമൊന്നും കിട്ടാറില്ല, പക്ഷെ എന്നാലും ഉണ്ടാക്കാറുണ്ടായിരുന്നു, നാച്ചുറലായിട്ടുള്ളത് തന്നെ. അങ്ങനെ നമ്മുടെ വാർഡിൻ്റെ കരോള് ദാ ഇവിടെ വെച്ചിട്ട് ആരംഭിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് പപ്പ. ഇതാണ് നമ്മുടെ ഉണ്ണി. ഉണ്ണിയേയും കൊണ്ടാണ് നമ്മൾ ഓരോ വീട്ടിലേക്കും പോകുന്നത്. ഓരോ വാർഡുകളിലും ഒരു 30 വീടുകളിൽ കൂടുതലൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടുതലുള്ള വാർഡുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിന്ദൂസിൻ്റെ ഫാമിലിയാണ്. പക്ഷേ ഇവരൊക്കെ കണ്ടോ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ വരാൻ വേണ്ടി കാത്തിരിക്കും. നേർച്ച പൈസയിടും, ഉണ്ണിയെ തൊട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഹിന്ദു ക്രിസ്ത്യൻസൊക്കെ വളരെ മിക്സ്ഡായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇപ്പോൾ അവിടുത്തെ അമ്പലത്തിലെ പരിപാടികൾക്കാണെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണം ഉണ്ടാവും. ഓല മെടയാനും കഞ്ഞി വയ്ക്കാനും എല്ലാ കാര്യത്തിനും നമ്മളും പോവും. പിന്നെ അതുപോലെ പള്ളിയിലെ പരിപാടികളും കരോളിനെയൊക്കെ ഭയങ്കരമായിട്ട് അവർ നമ്മുടെ ഒരു സ്വന്തം പരിപാടി പോലെയാണ് എല്ലാവരും കാണുന്നത്. ഇവിടെ മതത്തിൻ്റെ ഒന്നും ഒരു വേർതിരിവുകളും ഇല്ലാത്തൊരു നാടാണ് എൻ്റെത്. ഈ ഒരു പുൽക്കൂടിനാണ് കേട്ടോ ഇപ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ വാർഡിലെ ലീഡറിൻ്റെ വീടാണിത്. അവർ ഭയങ്കര നാച്ചുറലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല മെനക്കെട്ട് പണിയെടുത്തിട്ടുണ്ട്. രാത്രി പാതിര കുർബാനയ്ക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ പുൽക്കൂടിന് സമ്മാനം കിട്ടിയിട്ടുള്ള ആളുകളെയൊക്കെ അനൗൺസ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് തന്നെ സമ്മാന വിതരണവും പിന്നെ 25 ദിവസം മുടങ്ങാതെ പള്ളിയിൽ വന്നിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മാനമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ KCMൻ്റെ പിള്ളേർക്കാണെങ്കിലും ഇത്രയും പണിയൊക്കെ എടുത്തതിന് ഒരു മെൻഷനൊക്കെ അച്ഛൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ഇടയലേഖനം കഴിഞ്ഞതിന് ശേഷം കിട്ടും. അതിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കാത്തിരുത്തൊരു കാലം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. 25 ദിവസത്തെ മുടങ്ങാതെയുള്ള കുർബാന ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് സമ്മാനം മേടിക്കുമായിരുന്നു. കാരണം നമ്മുടെ കൂടെ ഒക്കെയുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ രാവിലെ ഒരു കുഞ്ഞ് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി 25 ദിവസം മുടങ്ങാതെ പോകും. അപ്പോൾ പള്ളിയിൽ വെച്ച് നമ്മുടെ പേരൊന്ന് അനൗൺസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സമ്മാനം അവിടെ നിന്ന് കിട്ടുകയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക മോട്ടിവേഷനും അപ്രിസിയേഷനും ഒക്കെ കിട്ടുന്ന പോലെ ആയിരുന്നു. ഞങ്ങളുടെ ഇങ്ങോട്ട് കുറച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ രാവിലെ ആ ഒരു കോടമഞ്ഞൊക്കെ കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ പോകുമായിരുന്നു. ഇതും ഒരു ഹിന്ദു മതവിശ്വാസികളുടെ വീടാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്താ ഒരു പ്രത്യേകത തോന്നി. നിലവിളക്കൊക്കെ തിരിയിട്ട് കത്തിച്ച് പഴവും ചന്ദനത്തിരിയും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മതത്തിൻ്റെ പേരിലൊക്കെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വി ക്യാൻ സീ ദിസ് വ്യൂ ഓൺലി ഇൻ കേരള ഡ്യൂറിങ് ഡിസംബർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിഡിൽ ക്ലാസ്സിനും താഴെ എക്കണോമിക് സ്റ്റാറ്റസിൽ വരുന്ന ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടും ജീവിക്കുന്നത്. എന്നാൽ പോലും ചെറുതായിട്ടൊരു സ്റ്റാറൊക്കെ തൂക്കി അവരെ കൊണ്ടാവുന്ന രീതിയിലൊരു പുൽക്കൂടും ഡെക്കറേഷനും ഒക്കെ ആയിട്ട് ഉണ്ണീൻ്റെ വരവിന് വേണ്ടി ഇവരിങ്ങനെ കാത്തിരിക്കും. സത്യം പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ആളുകളെന്ന് പറഞ്ഞാൽ തന്നെ പള്ളി, അമ്പലം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ വീട്ടിൽ ഇതുപോലെ ഹിന്ദുസാണ് താമസിക്കുന്നത്. പക്ഷേ കണ്ടില്ലേ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് അവരങ്ങനെയാണ് ഉണ്ണിക്ക് മുത്തമൊക്കെ കൊടുത്ത് നേർച്ചയൊക്കെ ഇട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അറിയുന്ന ഭാഷയിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവർ കരോൾ സംഘത്തെ തിരിച്ചു വിടുന്നത്. ക്രിസ്മസ് കരോളുകൾ എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആൾക്കാർ എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേയെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു നാടിൻ്റെ മുഴുവനും ഒരു ഐക്യദാർഢ്യവും ഒത്തൊരുമയൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന അവർ ദീപങ്ങളൊക്കെ തെളിയിച്ച് വെച്ചിട്ടാണ് ഉണ്ണിയെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നത്. ഇവിടെ എവിടെയാണ് മതം അല്ലെങ്കിൽ എവിടെയാണ് ആളുകൾ തമ്മിൽ വേർതിരിവുള്ളത്? എല്ലാവരും ഒരു കുടുംബം പോലെ നമ്മളൊരു വീട് പോലെ ഒന്നിച്ച് കഴിയുന്ന അയൽക്കാരാണ് എല്ലാവരും. ഇപ്പോൾ സമയം രാത്രി 11:45. കറക്റ്റ് 12 മണിക്ക് രാത്രി പള്ളിയിൽ പാതിര കുർബാന തുടങ്ങും. ചെറിയ ജലദോഷവും പനീൻ്റെ കോളമൊക്കെ ഞാൻ കാണുന്നുണ്ട്. നല്ല തണുപ്പാണ്. അപ്പോൾ പുതച്ച് ഷോളൊക്കെ ഇട്ടിട്ട് പോവുകയാണ്.
രാവിലെ 7 മണിക്കത്തെ കുർബാനയ്ക്ക് ഒന്നും കൂടെ വരണം എന്നായിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ പുതിയ ചുരിദാറൊക്കെ ഇട്ടിട്ട് വരാമെന്നാണ് ഞാൻ ഓർത്തത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഒരു പാതിര കുർബാന കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. രാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ വണ്ടി വിളിച്ചിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ചെയ്തത്. എന്നിട്ട് ട്രിപ്പൊക്കെ ഇട്ട് എന്നിട്ടാണൊന്ന് ശരിയായത്. നല്ല വിറയലും പനിയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നിട്ട് വെയിലും കൊണ്ടു, അതുപോലെ തന്നെ മഞ്ഞും കൊണ്ടു. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയപ്പോഴത്തേക്കും കൗണ്ട് കൂടുതലായിരുന്നു പനീൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മളിതാ ഇപ്പോൾ പള്ളിയിൽ വന്നിരിക്കുവാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട പിള്ളേർക്ക് എല്ലാവർക്കും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ വാർഡുകളിൽ കരോളുള്ളതുകൊണ്ട് എല്ലാവരും അത്രയും ചെറിയ സമയത്തിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോയത്. ഇപ്പം സമയം ഒരു 11:45 ആയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ പള്ളി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഒരു ഇടവകയിലെ മുഴുവൻ അംഗങ്ങളും ഇങ്ങനെ കാത്തിരിക്കുന്നത് ഉണ്ണിയുടെ തിരുപ്പിറവയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ ബൾബുകളിലേക്ക് എടുത്ത കണക്ഷനിൽ എന്തോ ചെറിയ പ്രശ്നം വന്നിട്ട് ചെറിയ പുകയും തീയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം കൂടെ വന്ന് ലാസ്റ്റ് മിനിറ്റ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു. ആളുകളൊക്കെ എത്തിത്തുടങ്ങി. അപ്പം ഇവിടെ പള്ളീൻ്റെ ഉള്ളിലിരുന്ന് കുർബാന നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 11 മണിക്കെങ്കിലും നമ്മൾ എത്തണം. കാരണം പള്ളി അതുപോലെ നിറഞ്ഞ് പുറത്തായിരിക്കും ആളുകളൊക്കെ ഇരിക്കുന്നത്. ഞങ്ങളൊക്കെ എല്ലായ്പ്പോഴും ഈ ഒരു പടീൻ്റെ അവിടെ ഇരുന്നിട്ടാണ് മിക്കവാറും പാതിര കുർബാനകൾ കാണാറുള്ളത്. ഉണ്ണിയെ തീ കായ്ക്കുക എന്ന് പറയുന്നൊരു ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കുർബാനേൻ്റെ ഇടയ്ക്കാണ് ഇത് നടക്കുന്നത്. അപ്പോൾ തീ കത്തിക്കാനായിട്ടുള്ള വിറകും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനതിൽ തീ കൊടുക്കുന്നു, ഉണ്ണി അവിടെ നമ്മൾ ചൂട് കായ്ക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് കെട്ടിപ്പടുക്കാൻ വേണ്ടി ഓടുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ എവിടെയൊക്കെ പോയാലും ഇല്ലേ, നമുക്ക് കിട്ടാത്തൊരു സമാധാനവും സന്തോഷവും ഒക്കെയാണ് നമ്മൾ അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന് നമ്മുടെ സ്വന്തം ഇടവക പള്ളിയിൽ ഒരു പാതിര കുർബാന കാണുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എൻഡ് ചെയ്യുന്നത് വരെ എല്ലാത്തിനും സാക്ഷിയാവുന്നത് നമ്മുടെ പള്ളിയാണ്. ഒരു മാമോദീസ മുതൽ മരണത്തിൻ്റെ ചടങ്ങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഒരു ഇടവക പള്ളിക്കും ഒരു ആളുടെ ജീവിതത്തിലുള്ള ഒരു പ്രാധാന്യവും സ്ഥാനവും എന്നൊക്കെ പറയുന്നത് അത് അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ചടങ്ങിന് ശേഷം താഴെ കാണുന്ന ആ ഒരു കുരിശടി വരെ ചെറിയൊരു പ്രദക്ഷിണം ഉണ്ടാവും. പിന്നെ കുർബാന തുടരും. കുർബാനയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ പുൽക്കൂട്ടിലെയും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയിലെയൊക്കെ ലൈറ്റുകൾ തെളിയിക്കുന്നത്. അതുവരെ അത് ഡിമ്മായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിലിങ്ങും പെർഫെക്ഷനും ഒന്നും ഇല്ലെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ പുൽക്കൂടിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ കേക്ക് വിതരണമുണ്ട്. എല്ലാവർക്കും പ്ലം കേക്ക് കൊടുക്കും. ഇപ്രാവശ്യം തിരക്കി പെട്ടിട്ട് എനിക്ക് ചേച്ചിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പോകുന്നത് ക്രിസ്മസ് ട്രീൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ കുർബാനേൻ്റെ ഇടയിൽ അച്ഛൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു KCMകാരുടെ ക്രിസ്മസ് ട്രീ ഉണ്ട്, അപ്പോൾ എല്ലാവരും സഹകരിക്കണം, എല്ലാവരും ഓരോന്ന് വെച്ച് എടുക്കണം എന്നൊക്കെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഗോൾഡ് കോയിൻ അങ്ങനെ കുറച്ചുകൂടി വിലപിടിപ്പുള്ള സ്പോൺസേഴ്സും സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ സമ്മാനം എന്താണെന്ന് ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. അപ്പം എല്ലാവരും തന്നെ ഇടവകാംഗങ്ങൾ എല്ലാവരും തന്നെ സഹകരിക്കുകയും ക്രിസ്മസ് ട്രീ പറിക്കാനൊക്കെ കൂടുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ടൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ റിട്ടേൺ കിട്ടും. 20 രൂപയാണ് നമുക്കൊരു ട്രീ പറിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിലുള്ള എന്ത് സമ്മാനമാണെങ്കിൽ തന്നെ അത് വളരെ സന്തോഷത്തോടു കൂടി ഒരു പരാതി ഇല്ലാതെ എല്ലാവരും സ്വീകരിക്കും. ഇതൊരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, പക്ഷെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെയും ആ ഒരു ചടങ്ങിൻ്റെ രീതിയൊക്കെ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികൾക്കൊക്കെ വളരെ ആവേശമാണ് കേട്ടോ. അവർ പാരൻസൊക്കെ ആയിട്ട് വന്നിട്ട് ഒത്തിരി സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കും. സാധാരണ നമ്മൾ വാങ്ങുന്ന സമ്മാനങ്ങളൊക്കെ തികയാതിരിക്കുകയാണ് ചെയ്യാറുള്ളൂ. അതിനുശേഷം നമ്മുടെ പള്ളിയിൽ ചെറിയ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ KCMൻ്റെ പിള്ളേരുടെ തന്നെ. ഈ വർഷത്തെ ബോണ്ണത്താലേക്ക് അവർ കളിച്ച സെയിം ഡാൻസ് തന്നെയാണ് ഇവിടെ കളിച്ചിരിക്കുന്നത്, നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇടവക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവരുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കും. എല്ലാവരും കൂട്ടായി നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. നമ്മളിതൊക്കെ സംസാരിക്കുമ്പോൾ സമയം ഒരു 2:30-3 മണിയോട് അടുത്തായി. എന്നാൽ പോലും പാതിര കുർബാന കണ്ട് ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നത്. എല്ലാവരും പറയും ക്രിസ്മസ് എന്ന് പറയുന്നത് ഡിസംബർ 25-ാം തീയതി അല്ലേ എന്ന്. പക്ഷെ ശരിക്കും നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും 24-ാം തീയതിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 25-ാം തീയതി നമ്മൾ എല്ലാ പണികളും തീർന്ന് ഒന്നുകിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയി വീട് വിസിറ്റ് ചെയ്യുക, എല്ലാവരെയും കാണുക, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ 24-ാം തീയതിയാണ് പുൽക്കൂടുകൾ ഒരുക്കുക, വീട്ടിലേക്ക് ക്രിസ്മസ് കരോൾ വരിക, രാത്രിയുള്ള പാതിര കുർബാന, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് 24-ാം തീയതിയാണ്. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പാണ് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നതെന്ന് അറിയാമോ? നോമ്പെടുക്കുന്നത് മുതൽ തുടങ്ങും അത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്രിസ്മസ് നക്ഷത്രങ്ങളൊക്കെ ഓരോ വാർഡ് തലത്തിലും ആ വാർഡ് അംഗങ്ങൾ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ക്രിസ്മസ് നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ട്രിപ്പിടലൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നല്ല പനിയായിരുന്നു, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.